പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും നിങ്ങളുടെ മുന്നിലായിരിക്കുവാൻ ദൈവം അനുവദിച്ചതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുക അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. നമ്മൾ ദിവസങ്ങളിൽ ലേഖനങ്ങളിൽ വായിച്ചു കേട്ടു, അപ്പോസ്തലന്മാർ പെന്തക്കോസ്താ ദിനം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിഞ്ഞ് യഹൂദരുടെ ഇടയിലേക്ക് ഇറങ്ങി ശക്തമായിട്ട് കർത്താവിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുകയും അനേകം മനുഷ്യർ വിശ്വാസം സ്വീകരിച്ച് സ്നാനം സ്വീകരിക്കുന്നതും നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോട് തന്നെ നിങ്ങളുമായിട്ട് തിരുവചനങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് ഇത് 6ാമത്തെ ബൈബിൾ ക്ലാസ്സാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ജോസഫിൻ്റെ തടവറ താമസത്തെപ്പറ്റി നമ്മൾ വായിച്ചു. പൊന്തുഫീസിൻ്റെ ഭവനത്തിൽ നിന്നും അവൻ ഫറവോയുടെ തടവറയിലേക്ക് മാറ്റപ്പെടുകയാണ്. നമ്മൾ മുമ്പ് അബ്രഹാത്തെക്കുറിച്ചും ഇസഹാക്കിനെക്കുറിച്ചും ഒക്കെ കേട്ടപ്പോൾ അവിടെയെല്ലാം അവരുടെ ജീവിത യാത്രയിൽ ഒത്തിരി സഹനങ്ങൾ ഏറ്റുവാങ്ങിയാണ് കടന്നുപോയത്. അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ അവർക്കുണ്ടായിരുന്നു. യാക്കോബാണെങ്കിലും ഇസഹാക്കിൻ്റെ അടുത്ത് നിന്നും ലാബാൻ്റെ ഭവനത്തിലേക്ക് പോയി 20 വർഷത്തെ നീണ്ട കാലയളവിന് ശേഷമാണ് പുത്രീപുത്രന്മാരോടൊപ്പം അവൻ അബ്രഹാം താമസിച്ചും ഇസഹാക്ക് താമസിച്ച നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു, 17ാമത്തെ വയസ്സിലാണ് യാക്കോബ് ജോസഫിനെ തൻ്റെ സഹോദരന്മാരുടെ ഇടയിലേക്ക് പറഞ്ഞു വിടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേട്ടു, ഇപ്പോൾ നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് ഫറവോയുടെ തടവറയിൽ എത്തപ്പെടുകയാണ് ജോസഫ്. അതിനു മുന്നേ ആയിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ 38ാം അധ്യായം, നമ്മളിപ്പോൾ 37ാമത്തെ അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത്. അതിനിടയ്ക്ക് ജോസഫിൻ്റെ ആ തടവറ വിശേഷങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സൂചിപ്പിച്ച് 2 ഭാര്യമാരുടെയും മക്കളിൽ 2 പേര് ദൈവം ഉയർത്തുന്നത്, ഒന്ന് ജോസഫിനെയും ഒന്ന് യൂദയെയും. ഇവിടെ 38ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 38ാം അധ്യായത്തിൽ യൂദയായും താമാറും എന്ന ഹെഡിങ്ങോടുകൂടി ഒരു ചരിത്രഭാവം പറയുന്നുണ്ട്. ഇവിടെ യൂദയെ പറ്റി പറയുന്നത് 38ാം അധ്യായം 1ാം തിരുവചനം, അക്കാലത്ത് യൂദ തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീറ എന്നു പേരായ ഒരു അബ്ദുല്ലക്കാരൻ്റെ അടുത്തേക്ക് പോയി. അവിടെ അവൻ ഷൂവ എന്നു പേരായ ഒരു കനാൻകാരൻ്റെ മകളെ കണ്ട് അവളെ ഭാര്യയായി സ്വീകരിച്ചു. യൂദ ഞാൻ നേരത്തെ പറഞ്ഞു, കാനാൻ ദേശത്ത് ഒരുമിച്ച് താമസിക്കുന്ന ആ സ്ഥലത്തു നിന്നും വേറിട്ട് യൂദ പോയി ഒരു കനാനീയക്കാരൻ്റെ മകളെ വിവാഹം കഴിക്കുന്നു. ഇനി ആ യൂദയ്ക്ക് ആ കനാൻകാരൻ്റെ മകളായ ഷൂവായിൽ ഒരു പുത്രൻ ജനിക്കുകയാണ്. അവൻ്റെ പേര് ഏർ. രണ്ടാമത് വീണ്ടും അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്നുണ്ട്. അവനെ ഓനാൻ എന്ന് പേരിടുന്നുണ്ട്. മൂന്നാമതൊരു മകൻ കൂടി ജനിക്കുന്നുണ്ട്, ഷേല. അങ്ങനെ യൂദയായിക്ക് ഈ കനാൻകാരൻ്റെ മകളായ ഷൂവായിൽ 3 ആൺമക്കൾ ജനിക്കുന്നുണ്ട്. അങ്ങനെ യൂദയായുടെ ആ 3 മക്കളിൽ മൂത്തവനായ ഏറിന് അവൻ ഒരു വധുവിനെ കണ്ടുപിടിക്കുന്നുണ്ട്. ആ വധുവിൻ്റെ പേരാണ് താമാർ. ഇനി ആ താമാർ എന്നുള്ള പേര് നിങ്ങൾ മനസ്സിൽ കുറിക്കണം. കാരണം യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പറയപ്പെടുന്ന സ്ത്രീകളിൽ ഒരാളാണ് താമാർ. അതിനു മുന്നേ നമ്മൾ ഒരു സ്ത്രീയെ പിന്നീട് കാണുന്നത് ഈ ചരിത്ര പുസ്തകത്തിൻ്റെ ഇടയ്ക്ക് ഒരു സ്ത്രീയെ റൂത്തിനെ കണ്ടുമുട്ടുന്നുണ്ട്. യേശുവിൻ്റെ വംശാവലി പുസ്തകത്തിൽ 42 തലമുറയിൽ പെടുന്ന സ്ത്രീകളിൽ ഒരാളാണ് ഈ താമാർ. അത്രമാത്രം നിങ്ങൾ മനസ്സിൽ കുറിക്കുക. ഇനി ഇതിൽ കഴിഞ്ഞിട്ട് റൂത്തിൻ്റെ ഒരു പേരുകൂടി നമ്മൾ വായിക്കുന്നുണ്ട് വംശാവലിയിൽ സ്ത്രീകളായിട്ട്. ഇനി താമാറിൻ്റെ ചരിത്രം നമുക്ക് കേൾക്കാം. ഈ താമാറിനെ വിവാഹം കഴിച്ചിരിക്കുന്നത് യൂദയായുടെ മൂത്ത മകൻ ഏർ. ആ ഏറിന് മക്കളില്ലാതെ അവൻ മരിക്കുകയാണ്. അങ്ങനെ ആ യഹൂദ പാരമ്പര്യം അനുസരിച്ച്
മക്കളില്ലാതെ പുത്രന്മാർ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇളയവൻ അവനെ വിവാഹം കഴിക്കണം. അങ്ങനെ ഇളയവനായിരുന്ന ഓനാൻ ഈ താമാറിനെ വിവാഹം കഴിക്കും. പക്ഷേ പാരമ്പര്യം അനുസരിച്ച് ഓനാന് കുട്ടികളുണ്ടാകുകയാണ്, താമാറിൽ കുട്ടിയുണ്ടാകുകയാണെങ്കിൽ അത് ജ്യേഷ്ഠൻ്റെ വംശാവലിയിൽ പെടുള്ളൂ. അതുകൊണ്ട് അവൻ അത് വിവാഹ ജീവിതത്തിൽ അവളുമായിട്ട് ഇടപെടൽ നിഷേധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം അവനിൽ ജ്വലിക്കുകയും അവൻ വധിക്കപ്പെടുകയും ചെയ്യണം. അത് നിങ്ങൾ ആ 38-ാമത്തെ അധ്യായം അത് വായിക്കുക, ഉൽപ്പത്തി പുസ്തകം. അപ്പം അങ്ങനെ ആ രണ്ടാമത്തെ മകൻ ദൈവഹിതത്തിനെതിരായി തൻ്റെ വംശാവലി തൻ്റെതായി വരികയില്ലെന്ന് കണ്ടപ്പോൾ താമാറിനെ സ്വീകരിക്കാൻ വിസമ്മതിച്ചപ്പോൾ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുകയും അവൻ വധിക്കപ്പെടുകയും ചെയ്യണം. ഇനി ഏറ്റവും ഇളയ മകനായിരുന്ന ശേലായിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ യൂദയ്ക്ക് ഭയമായി. കാരണം തൻ്റെ 2 ആൺമക്കളും മരിച്ചു. ഇനി മൂന്നാമത്തെ മകനെ കൂടി താമാറിന് വിവാഹം കഴിച്ചു കൊടുത്താൽ തൻ്റെ വംശാവലി നഷ്ടപ്പെടുമെന്നോർത്തുകൊണ്ട് ഈ യൂദ അതിന് തയ്യാറായില്ല. പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും യൂദ തൻ്റെ പുത്രന്മാരിൽ ഒരുവനായ ശേലയെ വിവാഹം കഴിച്ചു കൊടുക്കില്ലെന്ന് കണ്ടപ്പോൾ താമാർ തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അവിടെ പോയി താമസിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി. ഇവിടെ നമ്മൾ 12-ാമത്തെ ഈ 38-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. കുറേ നാൾ കഴിഞ്ഞ യൂദ ഭാര്യ ഷൂവായുടെ മകൾ മരിച്ചു. ദുഃഖത്തിന് ആശ്വാസമുണ്ടായപ്പോൾ അവൻ തൻ്റെ സുഹൃത്ത് അബ്ദുല്ലക്കാരൻ ഹീറോയുടെ തിറ്റ്മയിൽ ആടുകെട്ട് രോമം കത്തിക്കിടത്തേക്ക് പോയി. ആ കനകന്നയ അബ്ദുല്ലക്കാരൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ രോമം കത്തിരിക്കുന്നിടത്തെത്തിയപ്പോൾ അതിനടുത്തായിരുന്നു ഈ താമാറിൻ്റെ ഭവനം. നമ്മൾ വായിക്കുന്നുണ്ട്, അവൾ തൻ്റെ അമ്മായപ്പൻ അവിടെ വന്നെന്നറിഞ്ഞപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ അവൾ തെരുവിലിരുന്നു. യൂദ അത് ഒരു വേശ്യ എന്ന് കണ്ടുകൊണ്ടാണ് അവളുമായിട്ട് ശയിക്കുന്നതും. ആ യൂദ കൊടുക്കേണ്ട വേതനത്തിന് പകരം തൻ്റെ മുദ്രമോതിരം വടിയും കൊടുക്കുന്നതും അത് അവൾ കൈപ്പറ്റുകയും അവൾ തൻ്റെ ഭവനത്തിലേക്ക് പോവുകയും ചെയ്തു. അടുത്ത ദിവസം ഈ യൂദ കൊടുത്ത മുദ്രമോതിരവും തൻ്റെ അംഗവടിയും തിരിച്ചു വാങ്ങിക്കാനായിട്ട് വൃത്തിനെ വിട്ടപ്പോൾ അങ്ങനൊരു വേശ്യ ആ പ്രദേശത്തൊന്നുമില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് യൂദ അറിയണത് തൻ്റെ മരുമകൾ താമാർ ഗർഭവതിയാണെന്ന് കേട്ടപ്പോൾ അവൾ ഭർത്താവില്ലാതിരിക്കെ ഗർഭം ധരിച്ചെന്നുള്ള കാരണത്താൽ അന്നത്തെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് വധിക്കപ്പെടണം. അങ്ങനെ കല്ലെറിഞ്ഞ് വധിക്കപ്പെടാനായിട്ട് യഹൂദ നിയമം അനുസരിച്ച് നിശ്ചയിക്കുമ്പോൾ താമാർ ചെയ്യുന്നത് ബുദ്ധി ആ തൻ്റെ ഭർത്താവിൻ്റെ പിതാവിന് കൊടുത്ത ആ മുദ്രമോതിരവും വടിയും കൊടുത്തിട്ട് ഈ മനുഷ്യനിൽ നിന്നാണ് ഞാൻ ഗർഭം ധരിച്ചെന്ന് പറയുമ്പോൾ യൂദ പറയുന്നു, അവൾ എന്നേക്കാൾ ബുദ്ധിമതിയാണ്, വിവേകമുള്ളവളാണ്, അവൾ ചെയ്തതാണ് ശരിയായ വഴി. അങ്ങനെ യൂദയിൽ നിന്നും ജനിക്കുന്ന കുഞ്ഞാണ് യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ യൂദയിൽ ജനിക്കുന്ന പെരസ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാം വംശാവലിയിൽ ഈ പെരസിൻ്റെ തലമുറയിൽ പെട്ട ആ വംശാവലിയിൽ വന്നു നിൽക്കുന്നത് ദാവീദിൻ്റെ ഗോത്രത്തിലാണ്. പെരസ് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് പെരസ് എന്ന് പറഞ്ഞാൽ താമാറിൽ യൂദയായി ജനിക്കുന്ന കുഞ്ഞിൻ്റെ പേര് പെരസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹെബ്രോൻ്റെ പിതാവാണ് രാമാൻ്റെ അഭിനാവിൻ്റെ പുത്രൻ റഷ്മാൻ, നഷ്കോൺ ബോവാസിൻ്റെയും ഒബാദിൻ്റെയും ഒബാദ് ജസ്സയുടെയും ജസ്സ ദാവീദിൻ്റെയും അങ്ങനെ 14-ാമത്തെ തലമുറയാണ് ദാവീദ്. അപ്പം ആ 14 തലമുറയിലെ ഒരു കണ്ണിയാണ് നമ്മളിപ്പോൾ യൂദയിൽ താമാർ ജനിച്ച പെരസ്. ആ ഇതിനിടക്ക് വന്നൊരു സംഭവമാണ് യൂദ. ഞാൻ നേരത്തെ പറഞ്ഞു 2 ഭാര്യമാരിൽ ഒരാളെ 2 പേരും ദൈവം അനുഗ്രഹിക്കുന്നു, ഒന്ന് യൂദയെയും ഒന്ന് ജോസഫിനെയും. അപ്പം യൂദയുടെ പുത്രനാണ് പെരസ്. ആ പെരസാണ് യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഒരു കണ്ണിയാകുന്നത്. താമാർ ജനിച്ച 2 സ്ത്രീകളിൽ ഒരു സ്ത്രീയാണ് താമാർ. അപ്പം യൂദയുടെ വംശാവലിയിൽ താമാർ ഒരു കണ്ണിയായി താമാറിൽ നിന്ന് ജനിക്കുന്നതാണ് പെരസ്. അത് മനസ്സിൽ കുറിച്ചാൽ മതി. നമ്മൾ വീണ്ടും ജോസഫിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ജോസഫ് ഫറവോയുടെ തടവറയിലായിരിക്കെ ദൈവം അവിടെ ജോസഫിൻ്റെ കൂടെ ഉണ്ടാവുകയും ജോസഫിനെ അനുഗ്രഹിക്കുകയും ചെയ്യണം. അവിടെ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 21-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാനത് വായിക്കാം. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അവനോട്
കാരുണ്യം കാണിച്ചു. അവന് കാരാഗൃഹ സൂക്ഷിപ്പുകാരൻ്റെ പ്രീതി ലഭിക്കാൻ ഇടയാക്കുകയും ചെയ്തു. കാരാഗൃഹ സൂക്ഷിപ്പുകാരൻ തടവുകാരുടെ എല്ലാം മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിച്ചു. അവിടെ എല്ലാം ജോസഫിൻ്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. ജോസഫിനെ പരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗൃഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. കണ്ടോ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഏത് പ്രവൃത്തിയിലേക്ക് വന്നാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവിടെ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോഴൊക്കെ അത് പിന്നെ കാണാം അല്ലേ. അപ്പം നേരത്തെ യാക്കോബ് ലാബാന്റെ വീട്ടിലായിരിക്കുമ്പോൾ ദൈവം ലാബാനെ അനുഗ്രഹിച്ചു. ഇവിടെ ജോസഫ് ചെല്ലുന്നിടത്തല്ല, പൊന്തിഫറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ പൊന്തിഫറിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. ഇനി അടുത്തത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഈ യാത്രയ്ക്കൊടുവിൽ വലിയൊരു പദ്ധതി ദൈവം രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിത യാത്രയിൽ പലപ്പോഴും ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ പതറിപ്പോകുന്നു. പക്ഷെ ആ വീഴ്ച ഒരു അനുഗ്രഹത്തിൻ്റെ മുന്നോടിയാണ്. കുരിശ് ഇല്ലാതെ രക്ഷയിലേക്ക് കടന്നു പോകാൻ നമുക്ക് കഴിയില്ല. ഒരു മരുഭൂമി അനുഭവം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ പുതിയ നിയമത്തിൽ യേശു പഠിപ്പിക്കുന്ന ഒരു ഉപമയുണ്ട്, ലാസറിനെയും ധനവാന്റെ ഉപമ. ഇവിടെ നമ്മൾ ലാസറിനെയും കണ്ടു, ധനവാനെയും കണ്ടു. ധനവാൻ ഭൂമിയിൽ ഒരു പീഡനവും അനുഭവിക്കാതെ സുഖലോലുതയിൽ ജീവിച്ച് കടന്നുപോയി. പക്ഷെ ഈ ധനവാൻ ഒരുക്കിയിരുന്നത് എവിടെയാണ്? കെടാത്ത അഗ്നി. എന്നാൽ ലാസറാകട്ടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സഹനത്തിലൂടെ കടന്നുപോയി അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാത്തിന്റെ മടിയിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ ഒരു കുരിശിന്റെ വഴി ഓരോ മനുഷ്യന്റെയും വ്യക്തി ജീവിതത്തിൽ കുടുംബത്തിൽ ഉണ്ടായേ പറ്റൂ. ഒരു മരുഭൂമി അനുഭവം. ഏലിയ മരുഭൂമിയിലൂടെ 40 രാവും 40 പകലും നടന്നു നീങ്ങിയപ്പോഴാണ് കർത്താവിൻ്റെ മലയിൽ എത്തപ്പെടാൻ പറ്റിയത്. ഇവിടെ ജോസഫ് ഫറവോയുടെ തടവറയിൽ കിടക്കുമ്പോൾ, തടവറയിലായിരിക്കുമ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ച തടവറയുടെ മേൽതോട്ടക്കാരനായി അവനെ നിയമിക്കുകയും എല്ലാ തടവുപുള്ളികളുടെ കാര്യങ്ങൾ അവനെ ചെയ്തത്. ഇനി അടുത്തത്, ഈ തടവറവാസികളുടെ കാര്യങ്ങൾ നോക്കിപ്പോയ ജോസഫിൻ്റെ അടുക്കൽ പ്രത്യേക സാഹചര്യത്തിൽ 2 തടവുപുള്ളികൾ അവിടെ വന്നു. ഒന്ന്, ഫറവോയുടെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകനും പാചകക്കാരനും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവനും എന്തോ ഒരു കുറ്റത്താൽ ഈ തടവറയിൽ വന്നുപെട്ടു. ആ തടവറയിൽ വന്നുപെട്ടവർ വിധിയുടെ ദിവസത്തിൻ്റെ ഇടക്ക് അവർ കണ്ടു 2 സ്വപ്നങ്ങൾ. പാനപാത്രവാഹകനും പാചകക്കാരൻ്റെ മേൽനോട്ടം വഹിക്കുന്നവനും 2 സ്വപ്നങ്ങൾ കണ്ടു. ഈ 2 സ്വപ്നങ്ങളും ജോസഫിൻ്റെ അടുക്കൽ വിവരിച്ചപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ഒരു നിർവചനം ജോസഫ് അവർക്ക് നൽകി. അങ്ങനെ അത് വിശദീകരിക്കാൻ പോയാൽ ഇവിടെ സമയമില്ല. 40-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിൽ ഈ തടവറ പുള്ളികളുടെ ഈ സ്വപ്നങ്ങളെക്കുറിച്ച് അവിടെ ജോസഫ് വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് 2 പേർക്കും വിധിയുടെ ദിവസത്തിൽ സ്വപ്ന വ്യാഖ്യാനം പോലെ തന്നെ വിധി നടപ്പാക്കി. അങ്ങനെ ആ വിധിയിൽ പാനപാത്രവാഹകൻ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഫറവോയുടെ കൊട്ടാരത്തിൽ തൻ്റെ ചുമതലയേൽക്കാൻ നിയോഗിക്കപ്പെട്ടു. എന്നാൽ പാചകക്കാരൻ്റെ ചുമതല വഹിക്കുന്ന ആ മനുഷ്യൻ വധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് ജോസഫ് വ്യാഖ്യാനിച്ച സ്വപ്നം പോലെ നടന്നു. ഇനി ഈ പാനപാത്രവാഹകൻ തൻ്റെ ജോലിയിൽ തിരിച്ച് പ്രവേശിച്ചപ്പോൾ ഈ ജോസഫ് അവിടെ ഇയാളോട് പറയുന്ന കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത്, ഫറവോ നിന്നെ പുറത്ത് കെട്ടി തൂക്കം ചെയ്യും. അവിടെ പറയുന്നുണ്ട്, 22-ാമത്തെ തിരുവനന്തപുരത്ത് പറയുന്നത് ജോസഫ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ സംഭവിച്ചു. എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല, അവനെ മറന്നു കളഞ്ഞു. ഇവിടെ ജോസഫ് അവനോട് പറയണേ, ഞാൻ നിനക്ക് വ്യാഖ്യാനമൊക്കെ തന്നു, നീ വീണ്ടും ജോലിയിൽ പ്രവേശിക്കും. പക്ഷെ ജോലിയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ ഞാനിവിടെ തടവറയിൽ കിടക്കുന്നത് അന്യായമായിട്ടാണ്. അതുകൊണ്ട് നീ ഫറവോയുടെ മുന്നിൽ എൻ്റെ കാര്യം പറഞ്ഞ് എന്നെ ഈ തടവറയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ജോസഫ് ഈ പാനപാത്രവാഹകനോട് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ തിരുവനന്തപുരം പറയുന്ന 23-ാം അധ്യായത്തിൽ ജോസഫ് പറഞ്ഞ കാര്യം അവൻ മറന്നു കളഞ്ഞു. അവൻ ജോലി പ്രവേശിക്കുകയും ചെയ്തു. ജോസഫ് തടവറയിൽ തന്നെ കിടന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 41-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ഫറവോ ഒരു സ്വപ്നം കണ്ടു. ഈജിപ്തിൻ്റെ അധിപതി ഫറവോ സ്വപ്നം കണ്ടു. ആ ഫറവോയുടെ സ്വപ്നം ആ നാട്ടിലുള്ള ഒരു ജ്ഞാനികൾക്കും ഒരു മന്ത്രവാദികൾക്കും വ്യാഖ്യാനിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഫറവോയുടെ കോപം ജ്വലിച്ചു. താൻ കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകാൻ ആർക്കും കഴിയാതെ വന്നപ്പോൾ, അങ്ങനെ ഇരിക്കെ ഈ പാനപാത്രവാഹകൻ ഓർത്തു ജോസഫിൻ്റെ കാര്യം.
അവൻ ഫറവോയുടെ അടുക്കെ പറഞ്ഞു, ഇതാ ഞാൻ തടവറയിൽ കിടക്കുമ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ വ്യക്തമായി വ്യാഖ്യാനിച്ച ഒരു ഹെബ്രായൻ തടവറയിലുണ്ട്, അവനെ കൊണ്ടുവന്നാൽ അങ്ങേക്കുള്ള യഥാർത്ഥ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അവൻ നൽകും. പ്രിയ സഹോദരങ്ങളെ, അടുത്ത ദിവസം നമുക്ക് വീണ്ടും കേൾക്കാം. ഫറവോയുടെ കൊട്ടാരത്തിലെത്തുന്ന ജോസഫ് പറയുന്ന സ്വപ്ന വ്യാഖ്യാനങ്ങൾ അത് കൃത്യമായിട്ട് നിറവേറ്റപ്പെടുന്നതും ഫറവോയുടെ അധിപതിയായ ജോസഫ് കയറുന്നതും നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. ദൈവത്തിൻ്റെ കൃപയും കടാക്ഷവും നിങ്ങളുടെ മേൽ എല്ലാവരുടെയും മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.